ഇത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. വെച്ചുള്ള റെസിപ്പിയാണ് ഞാനിതോടെ ചെയ്യാൻ പോണേട്ടാ. അതിന് വേണ്ടി ഞാനൊരു 3/4 കിലോ വെയിറ്റുള്ളൊരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എന്താ നല്ല 100 കിഴങ്ങാണ്, നല്ല സൂപ്പർ കിഴങ്ങാണ്. ഒരു 3/4 കിലോ ഉണ്ടാവും. ആയിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ എന്നിട്ട് ഇത് ഗ്രേറ്റർ വെച്ചിട്ട് ഈ കിഴങ്ങ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഞാനിതിവിടെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൊള്ളിക്കിഴങ്ങാണ്, ഗ്രേറ്റ് നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. കണ്ട, ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. കണ്ട, കണ്ടോ? ഇനി ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ? അങ്ങനെ ഈ അടുത്തതും ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കൊപ്രയായി. ഇത് ഞാനിപ്പോൾ ഈ ഗ്രേറ്റ് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോണേ കേട്ടോ. ഗ്രേറ്റ് മിഷ്യൻ വെച്ചിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോണേ. ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടണം. കൂടുതൽ വേണ്ടവർ കൂടുതലിടുക, കുറച്ച് വേണ്ടവർ അതനുസരിച്ച് ഇടാം. ഇത് ഞാൻ കപ്പയിലാണ് ഉപ്പിട്ട് വെച്ചേക്കണത്. പൊടി ഇട്ടിട്ട് ഞാനിത് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് കിഴങ്ങ് ഞാൻ മിക്സ് ചെയ്യണേ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പൊക്കെ എല്ലാം അവിടെ ആവണം. ഇതിലേക്ക് ഞാൻ ചീകി വെച്ചിരിക്കുന്ന കുറച്ച് നാളികേരം കൂടെ ഇട്ട് കൊടുക്കണതാണ്. കുറച്ച് നാളികേരം ചീകി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കും. നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ച് നാളികേരം ഇതിൻ്റെ മേലെ ഇങ്ങനെ വെതറി കൊടുക്കണേ. ഇനി ഞാനിവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. ഇതിൻ്റെ മേലെ കുറച്ച് നാളികേരവും കൂടെ വെതറിയിട്ട് കൊടുക്കും. ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ ആവിയിൽ വേവിക്കാൻ പോവുകയാണ്. ആവി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആവി വരാൻ 10 മിനിറ്റ് നമ്മുടെ കുക്കറിൽ വെച്ചിട്ട് ആവി കയറ്റിക്കണം കേട്ടോ. എന്നാലേ ഈ പുട്ട് നന്നായിട്ട് വേവുള്ളൂ. 10 മിനിറ്റ് നമ്മൾ വെച്ചിരിക്കണം. കിഴങ്ങ് പുട്ടാണ് ഞാനിവിടെ തയ്യാറാക്കണത്. റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യണേണ്. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.